നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള വിവിഐപികൾ വന്നതോടെ ശബരിമലയുടെ പ്രശസ്തി ഇരട്ടിയായി. അതോടെ വൻ ഭക്തജന പ്രവാഹമാണ്. ഇതോടെ ശബരിമലയിൽ തീർത്ഥാടകർക്ക് കൂടുതൽ നിയന്ത്രണവും വന്നു. ശബരിമലയിൽ ഒരു ദിവസത്തെ ഭക്തരുടെ എണ്ണം 75,000 ക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച് സ്പോട്ട് ബുക്കിംഗ് 5,000 കുറയ്ക്കണമെന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേസ് ഇന്നലെ പരിഗണിച്ച കോടതി ഒരുക്കങ്ങൾ 6 മാസങ്ങൾക്ക് മുൻപെങ്കിലും തുടങ്ങേണ്ടതായിരുന്നുവെന്നും എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ലെന്നും കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. മണ്ഡലം മകരവിളക്ക് സീസൺ തുടങ്ങി 2ാം ദിവസം തന്നെ തിരക്ക് അനിയന്ത്രിതമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച കോടതി സ്പോട്ട് ബുക്കിംഗും വെർച്വൽ ക്യൂ ബുക്കിംഗും കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകി. സ്പോട്ട് ബുക്കിംഗ് 5,000 പേർക്കായി ചുരുക്കി. ഇന്നലെ 20,000 പേർ വരെയാണ് സ്പോട്ട് ബുക്കിംഗ് വഴി മല കയറിയത്. വെർച്വൽ ബുക്കിംഗിലും ഇനി വിട്ടുവീഴ്ച പാടില്ലെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഷെഡ്യൂൾ സമയത്തിന് 6 മണിക്കൂർ മുമ്പ് 18 മണിക്കൂറിന് ശേഷവും മാത്രമാകും അനുമതി. ഈ സമയപരിധിക്കപ്പുറമുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗും ഇനി അംഗീകരിക്കില്ല. വെർച്വൽ ക്യൂ ടിക്കറ്റുകളുള്ള എല്ലാ ഭക്തർക്കും അനുമതി നൽകുന്നതാണ് തിരക്ക് അനിയന്ത്രിതമായി കൂടാൻ കാരണം. ഒരു ദിവസം 75,000 പേർക്ക് മാത്രമാകും ഇനി മല കയറാൻ അനുമതി. 18ാം പടിയിൽ അനുഭവ പരിചയമുള്ള പോലീസുകാരെ വിന്യസിക്കണമെന്നും കേന്ദ്രസേനയെ എത്തിക്കാൻ കളക്ടർ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ശുചിമുറി സൗകര്യങ്ങളും മെച്ചപ്പെടുത്തണമെന്ന് കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ദുരന്തം വരുത്തിവെക്കരുത് എന്നും എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ലെന്നും ചോദ്യങ്ങൾ ഉന്നയിച്ച ശേഷമാണ് കോടതി നിർദ്ദേശങ്ങൾ നൽകിയത്. 6 മാസങ്ങൾക്ക് മുൻപെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ കോടതി എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ലെന്ന് ബോർഡിനോട് ചോദിച്ചു. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ 5ഓ 6ഓ സെക്ടറുകളാക്കി തിരിക്കണം. ഇവിടെ പരമാവധി എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിന് കണക്കുകൾ ഉണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. സെക്ടറുകളുടെ വിസ്തീർണം അനുസരിച്ച് വേണം ഭക്തരുടെ എണ്ണം നിശ്ചയിക്കാൻ. അല്ലാതെ വരുന്നവരെ എല്ലാ തിക്കിലും തിരക്കിലേക്കും കയറ്റിവിടുന്നത് തെറ്റായ സമീപനമാണെന്നും കോടതി പറഞ്ഞു. കുട്ടികളും പ്രായമായവരും മണിക്കൂറുകളാണ് നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കുന്നത്. ഉത്സവം നടക്കുന്നത് പോലെ അല്ല മണ്ഡലം മകരവിളക്ക് സീസണിന് വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പോലീസിനെ ഉപയോഗിച്ച് പരമാവധി തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് മറുപടി നൽകി. എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ മാത്രം പണിയല്ലെന്നും ശാസ്ത്രീയമായി ഇത് കൈകാര്യം ചെയ്യണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് ഓരോ സെക്ടറിലും ഇവർക്ക് ചുമതല നൽകുന്നത് ആലോചിക്കണമെന്ന് കോടതി പറഞ്ഞു. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരക്ക് ഇനി ആവർത്തിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. സന്നിധാനത്ത് ദർശനം നടത്താൻ കഴിയാതെ മാല ഊരിപ്പോകേണ്ടി വന്ന മാപ്പ് ചോദിക്കുന്നതായും കെ ജയകുമാർ പറയുന്നു. ബുദ്ധിമുട്ടുണ്ടായെന്ന് സത്യമാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായുള്ള ഏകോപനത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ദിനം ഇത്രയും തിരക്ക് ആരും പ്രതീക്ഷിച്ചതല്ല. ചില നിയന്ത്രണങ്ങൾ പൊതുനന്മ കരുതി കർശനമാക്കിയേ പറ്റൂ. പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ മാത്രം ഭക്തർ ശബരിമലയിലേക്ക് വരണം. എല്ലാ ഭാഷയിലും പരസ്യം നൽകും. മുൻ ബോർഡിന് വീഴ്ച പറ്റിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ചില തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിൽ വന്നില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആദ്യ സംഘം ചുമതലയേറ്റു. തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള 4ാം ബറ്റാലിയനിലെ 30 അംഗ സംഘമാണ് നവംബർ 19 സന്നിധാനത്തെത്തിയത്. സോപാനത്തിന് അരികിലാകും ഈ നടപ്പന്തലുമാണ് ഇവരെ നിലവിൽ വിന്യസിച്ചിട്ടുള്ളത്. ഓരോ സ്ഥലത്തും 5 പേരാണ് ഒരേ സമയം ഡ്യൂട്ടി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നുള്ള 38 അംഗ സംഘം ഇന്ന് 19 മണിയോടുകൂടി രാത്രി ചെന്നൈയിൽ നിന്നുള്ള 38 സംഘം ഇന്നലെ തന്നെ രാത്രി എത്തിയിരുന്നു. തീർത്ഥാടകർക്ക് CPR ഉൾപ്പെടെ അടിയന്തരഘട്ട വൈദ്യസഹായം നൽകുന്നതിന് പ്രത്യേക പരിശീലനം നേടിയവരാണ് ഇവർ. പ്രഥമ ശുശ്രൂഷ കിറ്റും ഈ സ്ട്രെച്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. അത്യാഹിതങ്ങളിൽ അതിവേഗം ഇടപെട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് സജ്ജരാണ് ഇവർ. കോൺക്രീറ്റീവ് അതുപോലെ തന്നെ കട്ടിംഗ്, ട്രീ കട്ടിംഗ്, റോപ്പ് റെസ്ക്യൂ ഉപകരണങ്ങളും സംഘത്തിന്റെ പക്കലുണ്ട്. ശബരിമല ADM, പോലീസ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരുടെ നിർദ്ദേശാനുസരണം സംഘം പ്രവർത്തിക്കുമെന്ന് ടീം കമാൻഡറായ ഇൻസ്പെക്ടർ GC പ്രശാന്ത് പറഞ്ഞു. അതേസമയം ഭക്തരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്ന് മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്പോട്ട് ബുക്കിംഗ് 20,000 എണ്ണമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് മടങ്ങി പോകാൻ സാഹചര്യം ഒരുക്കും. കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനവും നിയന്ത്രിക്കും. ഭക്തർക്ക് തങ്ങാൻ നിലയ്ക്കലിൽ സൗകര്യമൊരുക്കും. തിരുവനന്തപുരം നഗരത്തിൽ വിശ്രമിക്കുന്നതിനിടയിൽ ശബരിമല തീർത്ഥാടകന്റെ സ്വർണ്ണമാല മോഷ്ടിച്ചു. ശബരിമല ദർശനത്തിനായി ശേഷം പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തിയ തീർത്ഥാടകൻ വാഹനത്തിൽ വിശ്രമിക്കുമ്പോഴാണ് 8 പവന്റെ സ്വർണ്ണമാല മോഷ്ടിക്കപ്പെട്ടത്. ബംഗളൂരു സ്വദേശിയുടെ മാലയാണ് കാറിനുള്ളിൽ നിന്നും മോഷ്ടാവ് പൊട്ടിച്ചത്. ഇന്ന് പുലർച്ചെയാണ് കോട്ടയ്ക്ക് അകത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ബാംഗ്ലൂരു സ്വദേശിയുടെ മാല പൊട്ടിച്ചെടുത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതി മാല മോഷ്ടിക്കുന്നതും ഓടി രക്ഷപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം
അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് അറിയിച്ചു. ബംഗളൂരു സ്വദേശി പരശുറാം യാലുക്കറും സുഹൃത്തുക്കളും ശബരിമല ദർശനം കഴിഞ്ഞ രാത്രിയോടെയാണ് തലസ്ഥാനത്തേക്ക് എത്തിയത്. പുലർച്ചെ കോട്ടയ്ക്കകത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിരുന്നു സംഘം അവിടെ കിടന്നത്. കാറിന്റെ ഒരു വാതിൽ തുറന്നു വെച്ചാണ് എല്ലാവരും വിശ്രമിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് കാറിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന പരശുറാമിന്റെ മാല പൊട്ടിച്ചെടുത്ത മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത്.